ഖുറൈശികൾ നബിതങ്ങളെ കളവാക്കി. അതായത് നബിതങ്ങൾ ഇസ്രാ മിറാജിന് പോയി. ഇസ്രായിന് മക്കയിൽ നിന്ന് 2000-ഓളം കിലോമീറ്റർ ദൂരെയുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബിതങ്ങൾ പോയല്ലോ. മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി നബിതങ്ങൾ തിരിച്ചു വന്നു. ഒരു രാത്രിയിൽ തന്നെ 2000 കിലോമീറ്റർ ദൂരെ പോയി തിരിച്ചു വന്നപ്പോൾ അത് തൻ്റെ സമൂഹത്തിനോട് പറഞ്ഞപ്പോൾ അവർ കളവാക്കി. നബിതങ്ങൾ അവർ നുണയനാക്കി ചിത്രീകരിച്ചു. അങ്ങനെ മക്കത്തെ മുശ്രിക്കീങ്ങളെല്ലാം നബിതങ്ങളെ വളഞ്ഞിട്ട് പറഞ്ഞു, നീ പറയുന്നത് പച്ചക്കള്ളമാണ്. 2000-ഓളം കിലോമീറ്റർ ദൂരെയുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് നീ പോയി മസ്ജിദുൽ അഖ്സ എന്ന പള്ളി കണ്ടു, രാത്രി തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് ഒരു തള്ളലാണ്, പടായിയാണ് എന്ന് പറഞ്ഞ് കളവാക്കിയപ്പോൾ നബിതങ്ങൾ പറയാണ്, ലമ്മാ കദ്ദബനി ഖുറൈശ്, അവരെന്നെ കളവാക്കിയപ്പോൾ കുന്തു ഫിൽ ഹിജ്ർ, ഞാൻ പരിശുദ്ധമായ കാബയുടെ ഹിജ്ർ ഇസ്മായിൽ കാബിനോട് ചാരിങ്ങനെ നിൽക്കുക. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, മുഹമ്മദ് നീ സത്യം പറയും, നീ ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വാതിലാണ്, എത്ര ജനവാതിലാണ്, എവിടൊക്കെയാണെന്ന് അവരിങ്ങനെ ചോദിച്ചു. അതിപ്പോൾ നബിതങ്ങളിപ്പോൾ അങ്ങനെ പോയി വന്നാലും അതൊക്കെ ഇങ്ങനെ മനസ്സിലെപ്പോഴും വാതിലെവിടെ, ജനാലെവിടെ, എത്ര വാതിലുണ്ടെന്നൊന്നും അറിയില്ലല്ലോ. നബിതങ്ങൾ അവിടെ വിഷമിച്ചു. കാരണം അവർ ചോദ്യം ചെയ്യാൻ, മക്കത്തെ മുശ്രിക്കീങ്ങൾ ചോദ്യം ചെയ്യാൻ. നീ പറഞ്ഞാൽ പോരാ, തെളിവ് കൊണ്ടുവരണം. നീ ബൈത്തുൽ മുഖദ്ദസിൽ പോയി മസ്ജിദുൽ അഖ്സ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് കൊണ്ടുവരണം. അല്ലെങ്കിൽ നീ പച്ച നുണറിയാണ്. നീ പറ, അതിന് എത്ര വാതിലുണ്ട്, എത്ര ജനാലുണ്ട്, എവിടെയാണ് അതിൻ്റെ വാതിൽ വെച്ചത്, അതിൻ്റെ രൂപം കോലക്കൊന്ന് പറഞ്ഞുണ്ടാവണം. നബിതങ്ങൾക്ക് ഇപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. നമ്മൾ എപ്പോഴും നിസ്കരിക്കാൻ പറയുന്നത് ഈ പള്ളിക്ക് തന്നെ എത്ര ജനാലുണ്ട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഇരിക്കുന്ന കസേരയ്ക്ക് എത്ര അഴികളുണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എന്നും കയറിപ്പോകുന്ന കോണിക്ക് എത്ര പടിയുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? കഴിയൂല. അപ്പോൾ നബിതങ്ങൾ പറയാണ്, ഞാൻ ആകെ പൊട്ടുപോയി, ഞാൻ ആകെ അവർക്ക് മുമ്പിൽ കള്ളനും നുണയനുമായി ചിത്രീകരിക്കപ്പെടും, എനിക്ക് പറയാൻ കഴിയണ്ടേ. പക്ഷെ അപ്പോഴേക്ക് ഫജറല്ലാഹു ലി ബൈത്തുൽ മുഖദ്ദിസ്, അപ്പം അള്ളാഹു എൻ്റെ മുമ്പിൽ ഒരു ടി-വിയിൽ കാണുന്ന പോലെ, നബിതങ്ങൾ ടി വി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, നബിതങ്ങൾ പറയാണ് ഫജറല്ലാഹു ലി ബൈത്തുൽ മുഖദ്ദിസ്, അപ്പോൾ നബിതങ്ങൾ എൻ്റെ മുമ്പിൽ ബൈത്തുൽ മുഖദ്ദിസും കെട്ട് കാണിച്ചു തന്നു. അതായത് ഒരു ടി വിയിൽ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നബിതങ്ങളുടെ മുമ്പിൽ ആ ബൈത്തുൽ മുഖദ്ദിസിന്റെ ചിത്രവും രൂപവും കോലൊക്കെ ലൈവായിട്ട് നബിതങ്ങൾക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്തു. അത് ശത്രുക്കൾ കാണുന്നില്ല, ചോദ്യം ചെയ്യുന്ന അബൂജഹലും മക്കത്തും മുശ്രിക്കീങ്ങളൊക്കെ കാണൂല. പക്ഷെ നബിതങ്ങളെ കണ്ണിന്റെ മുമ്പിൽ ബൈത്തുൽ മുഖദ്ദിസിനെ അപ്പോൾ തന്നെ അള്ളാഹു തആല ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. 1500 കൊല്ലം മുമ്പാണതേ. ഫതഫിഖതു ഉഖ്ബിറു, അപ്പൊ ഞാൻ ആ വീഡിയോ ഇങ്ങനെ നോക്കിയിട്ട്, അതായത് ഞാൻ ആ ബൈത്തുൽ മുഖദ്ദിസ് അങ്ങനെ നോക്കിയിട്ട്, വാതിൽ എവിടെയാണ്, ജനവാതിൽ എവിടെയാണ്, എത്ര വാതിലുണ്ട്, എത്ര ജനവാതിലുണ്ട്, എവിടെ ഏത് മുറ്റത്താണ് എന്തുള്ളത്, അതിൻ്റെ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തു. അനായാത്തീബാൻ അന്തോയിലേ, ഞാൻ ആ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് നോക്കിക്കൊണ്ട് അതിൻ്റെ ഓരോന്ന് അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി ഇങ്ങനെ പറഞ്ഞു അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് ബോധ്യമായി, അവർ ഇലിംബരായി. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 3886 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഖുറൈശികൾ എന്നെ കളവാക്കിയപ്പോൾ ഞാൻ പരിശുദ്ധ കഅബയുടെ ഹിജ്ർ ഇസ്മായിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് നോക്കുകയും അള്ളാഹു എനിക്കത് വെളിവാക്കി തരികയും ചെയ്തു. ഞാൻ ഇത് നോക്കി കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മുഖദ്ദസിന്റെ വലുപ്പം, അതിൻ്റെ അളവ്, അതിൻ്റെ തൂണുകളുടെ എണ്ണം ഒക്കെ കറക്റ്റായിട്ട് മണിയായിട്ട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൻ നബിതങ്ങൾ ശത്രുക്കൾക്ക് മുമ്പിൽ ഇലിംബരാവാനോ അല്ലെങ്കിൽ പരിഹാസ്യരാകാനോ അള്ളാഹു വകവച്ചില്ല. അള്ളാഹു തആല അപ്പോൾ തന്നെ സഹായിച്ചു. റഫഅനാ ലക ദിക്റക, ഇത് മുഅ്ജിസത്താണ്. ഇങ്ങനെ തന്നെ കറാമത്തുകൾ ഉണ്ടാവുക. എപ്പോഴും ശത്രുക്കൾ കളവാക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് ഹക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദീൻ പ്രബോധനം ചെയ്യുന്നത് സത്യമാണ്, അതിന് അള്ളാഹു തആല എനിക്ക് കാണിച്ചു തരുന്നതാണ് ഈ അത്ഭുതങ്ങൾ എന്ന് ബോധ്യപ്പെടുത്താനാണ് മുഅ്ജിസത്തും കറാമത്തൊക്കെ കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ യുഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മുഅ്ജിസത്തോ കറാമത്തോ കേൾക്കുമ്പോഴേക്ക് അതിനെ മുഴുവനും അതൊക്കെ തള്ളലായിട്ടും ട്രോളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യം പറഞ്ഞാൽ മുഅ്ജിസത്തും കറാമത്തൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഖുർആനുള്ളതാണ്. മുഅ്ജിസത്ത് അമ്പിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ്, കറാമത്ത് ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് അവർ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ഈ അത്ഭുതങ്ങളാണ് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കഴിവാണ്, ആ അള്ളാഹുവിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കണമെന്ന് പറഞ്ഞ ജനങ്ങൾ അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് കൊണ്ടുപോകാനാണ് കറാമത്ത്. ഇത് എക്കാലത്തുണ്ടാവും.
അന്ന് അവർ കളവാക്കിയപ്പോൾ അത്ഭുതങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. ഇന്ന് കളവാക്കിയാൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയണില്ല? പ്രവാചകന്മാർ അനന്തരാവകാശികളാണ്, അള്ളാന്റെ ഔലിയാക്കന്മാർ ആലിമീങ്ങളും. അമ്പിയാക്കന്മാരുടെ കാലത്ത് ഇസ്ലാമിനെയും ദീനിനെയും കളവാക്കിയപ്പോൾ അമ്പിയാക്കൾ ഒരുപാട് അത്ഭുതങ്ങൾ മുഅ്ജിസത്തുകൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് അവരെ കഴിവല്ല, അള്ളാഹുവിന്റെ കഴിവാണ്. അവർ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അള്ളാഹു തആല പ്രകടിപ്പിക്കും, ചിലപ്പോൾ വിചാരിക്കാത്ത പ്രകടിപ്പിക്കും, ചിലപ്പോൾ വിചാരിക്കുമ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്താണെങ്കിലും അള്ളാഹുവിന്റെ കഴിവാണ് ഈ മുഅ്ജിസത്ത്. പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്ത് ഇങ്ങോട്ട് വരുത്തുക, ഒരടി അടിക്കുമ്പോഴേക്ക് വെള്ളം ഇങ്ങോട്ട് വരിക, ഇതൊക്കെയല്ലേ അമ്പിയാക്കന്മാരെ മുഅ്ജിസത്ത്. ഏത് മരിച്ചാണെയും ഈസാ നബി അലൈഹി ഇസ്ലാം നീക്ക് എന്ന് പറയുമ്പോഴേക്കാണ് ജീവിപ്പിക്കും അള്ളാഹു തആല. അതൊക്കെ അത്ഭുതങ്ങൾ കൊടുത്തു. അങ്ങനെ അവർ ഇസ്ലാമിക്ക് വരികയാണ്. ഇതൊക്കെ കാണുമ്പോൾ, ഇത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വരാത്ത ആൾക്കാരുണ്ട്, ഇത് മാജിക് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഈ അത്ഭുതങ്ങൾ ഇവർ വെറുതെ കിട്ടണമല്ല, അള്ളാഹ് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് എത്തും. ഈ അത്ഭുതങ്ങൾ അമ്പിയാക്കന്മാർ പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ കാലം കയ്യിലോട് കൂടെ കഴിയാൻ പറ്റൂല, പിന്നെയും ഇവിടെ കറാമത്ത് വരണം. പക്ഷെ ഏതെങ്കിലും ഒരു വലിയന്റെ കറാമത്ത് ഇന്ന് പറഞ്ഞു നോക്കി, അത് ട്രോളപ്പെടും, അത് പരിഹസിക്കപ്പെടും, അത് കളിയാക്കപ്പെടും, അത് ഹുറാഫാത്താണെന്ന് പറയും. പക്ഷേ ദീനിന് ഒരു വലിയ പരാജയം ഇതുകൊണ്ട് സംഭവിക്കും. കാരണം യുക്തിവാദികളും നിരീശ്വരവാദികളുമായ ആൾക്കാർക്ക് മുമ്പിൽ ഇന്ന് കാണിച്ചു കൊടുക്കണം അത്ഭുതങ്ങൾ, അള്ളാഹുവിന്റെ സഹായങ്ങൾ, അത്ഭുതങ്ങൾ ഇന്ന് കാണണം. എന്നാലേ അവർ ഉൾക്കൊള്ളൂ. വേറെ എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളൂല. അതിന് കള്ളത്തരങ്ങളും വ്യാജവും ഒന്നും പറയാത്ത ഒറിജിനൽ മഹാന്മാരായ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ ഔലിയാക്കളെ സമീപിക്കുമ്പോൾ അവരെ കാണുന്ന അത്ഭുതങ്ങൾ പറയുന്ന വേണം. പക്ഷെ ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇന്ന് ഫേസ്ബുക്കിലും വാട്സപ്പുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയും, ഈ കാലത്തൊക്കെ ഈ അത്ഭുതങ്ങൾ പറയേണ്ട കാലാണ്, ഈ കാലത്തൊക്കെ ഈ തള്ള് ഇങ്ങനത്തെ ഈ ഡിങ്ക് കഥകൾ ഇത് പറയേണ്ട കാലാണോ എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ അത് പറയണം ഒരർത്ഥത്തിൽ. അതിനർത്ഥം ഇല്ലാത്തത് പ്രചരിപ്പിക്കണം, നുണ പറയണം എന്നല്ല, ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ എല്ലാ കാലത്തും കറാമത്തുണ്ടാവും, അത്ഭുതങ്ങളുണ്ടാവും, അത് പറഞ്ഞേ പറ്റൂ. അതെന്തിനാ? അപ്പോഴല്ലേ അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ തൗഹീദൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. ഇതൊക്കെ പണ്ടുണ്ടായിന് ഇന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നും അന്ന് പ്രബോധനത്തിന് മാർഗമായത് സ്വീകരിച്ചെങ്കിൽ ഇന്നും അത് പ്രബോധനത്തിന് മാർഗമായി സ്വീകരിക്കണം. അപ്പൊ അന്നുണ്ടാണ് ഇന്നുണ്ടാണ്, പക്ഷെ ഇന്ന് പറയാൻ പറ്റാത്ത കാലായി. പക്ഷെ ഇതൊക്കെ ഹദീസുകൾ കണ്ട് നോക്കൂ. അള്ളാഹു തആല അങ്ങനെ തന്നെ ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. ഇസ്രാ മിഅ്റാജിന് ഞാൻ പോയി മക്കത്തിൽ, അവിടെ മസ്ജിദുൽ അഖ്സ നിസ്കരിക്കുമ്പോൾ ആദം നബി അവിടെ ഉണ്ടായിരുന്നു നിസ്കരിക്കേനി, ഇബ്രാഹിം നബി അവിടെ ഉണ്ടായിരുന്നു നിസ്കരിക്കേനി, മൂസാ നബി അലൈഹി സ്വലാം അവിടെ ഉണ്ടായിരുന്നു നിസ്കരിക്കേനി. ഇബ്രാഹിം നബിന്റെ മുടി ചുരുണ്ട മുടിയാണെന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എത്ര കൊല്ലം മുമ്പ്? അതൊക്കെ ആയിരക്കണക്കിന് വർഷം മുമ്പ്. ആയിരക്കണക്കിന് വർഷം മുമ്പ് വന്നു പോയ ഇബ്രാഹിം നബിനെ ഞാൻ അവിടെ കണ്ടു. മുടിയൊക്കെ ചുരുണ്ട മുടിയാണ്. അപ്പൊ അദ്ദേഹം കബറടക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി മരിച്ച് കബറടക്കപ്പെട്ടു പോയ ശേഷമാണ് പിന്നെ ബൈത്തുൽ മുഖദ്ദിസിൽ ഇവിടെ ഇമാമായി നിസ്കരിക്കുന്നത് കണ്ടത്. നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി. മൂസാ നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ട് 3000 കൊല്ലം കഴിഞ്ഞ് പിന്നെ നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദിസിൽ പോകുമ്പോൾ മൂസാ നബി നിസ്കരിക്കണേ കണ്ടത്. ആ അമ്പ്യാക്കന്മാരുടെ സ്വഭാവം, മുടിന്റെ കോലും പല്ലിന്റെ കോലൊക്കെ നബി തങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പൊ അള്ളാഹുവിന് അതൊക്കെ കഴിയും. ഇതൊന്നും മനുഷ്യന്മാരെ കഴിവല്ല. ഇങ്ങനെ ബോധ്യപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ ദീൻ ദഅവത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മരണപ്പെട്ടു പോയ മനുഷ്യൻ ഇനി എങ്ങനെ പുനർജനിക്കും, എങ്ങനെ അവന്റെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയാൽ പിന്നെ എങ്ങനെ രണ്ടാമതവൻ അതേ കോലത്തിലാകും എന്നാണ് ശത്രുക്കൾ ചോദിക്കുന്നത്. അള്ളാഹ് പറയുന്നുണ്ട്, തീരെ എല്ലാത്തോടത്തുനിന്ന് മനുഷ്യനുണ്ടാക്കിയ അള്ളാഹ്ക്ക് ഉണ്ടാക്കി നിർമ്മിപ്പോയതിനെ ഏതായാലും രണ്ടാമത് കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെയാണ് വിശുദ്ധമായ യാസീൻ സൂറത്തിൽ അള്ളാഹ് പറയുന്നത്. അപ്പൊ അള്ളാഹു തആല പരാജയപ്പെടുത്തൂല. ശത്രുക്കൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് നബി തങ്ങൾക്ക് പൂർണ്ണമായി വെളിവാക്കി കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ CM മടവൂരിന്റെ കറാമത്ത് ഇല്ലാത്തത് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കൊക്കെ തള്ളണം. പക്ഷേ അത് അള്ളാഹുവിന്റെ ഒരു യഥാർത്ഥ മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ, അള്ളാഹു തആല എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവല്ലല്ലോ. അള്ളാഹുവിനെ വഴിപ്പെടുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന അള്ളാഹുവിന്റെ കഴിവാണ്. മനുഷ്യനെ അശക്തനാക്കുന്നതിനാണ് മുഅ്ജിസത്ത് എന്നറിയാം. പക്ഷെ അതൊന്നും തീരെ മുണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ട്രോളപ്പെടുമ്പോൾ തീരെ പറയാത്തൊരവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രബോധനത്തിന് കോട്ടമാണ്. കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർക്കൊക്കെ എന്തിനാ അള്ളാഹു തആല ഈ അത്ഭുതം കൊടുത്തത്? അത്ഭുതം അവരിലൂടെ എന്തിനാ അള്ളാഹ് പ്രകടിപ്പിച്ചത്? അത് കണ്ടിട്ട് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അത് കണ്ടിട്ട് അവരെ ദൈവാക്കാനല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സംഗതികൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെടണം. അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും നശിക്കൂല, ഒരിക്കലും ദീൻ പരാജയപ്പെടുകയില്ല. പാവപ്പെട്ട ഫലസ്തീനികൾ നിരന്തരം ഇങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും
എന്തിനാണ് ഇതൊക്കെ? ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾ ഇങ്ങക്കാണ്ട് വിട്ടു തരാന്ന് പറഞ്ഞാൽ ഈ അടിയും കുടിയും ഉണ്ടാവില്ലല്ലോ. ബൈത്തുൽ മുഖദ്ദസ് ഇപ്പൊ ഇങ്ങക്കാണ്ട് വിട്ടു തരാന്ന് പാവപ്പെട്ട ഫലസ്തീനിൽ പറഞ്ഞാൽ അവർ കൊല്ലപ്പെടൂല, നാട് നഷ്ടാവൂല, ഭൂമി നഷ്ടാവൂല, വീട് നഷ്ടാവൂല, മക്കൾ നഷ്ടാവൂല, ഭാര്യ നഷ്ടാവൂല, സുഖിച്ച് സുഭിക്ഷമായി ജീവിക്കാം. ആ ബൈത്തുൽ മുഖദ്ദസ് സംരക്ഷിക്കാനല്ലേ ആ പാവങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടാവും. അവർ ഭാഗ്യവാന്മാരാണ് അർത്ഥത്തിൽ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളാണ് പൊട്ടന്മാര്. നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരിക്കാൻ, അവരൊക്കെ സ്വഹദാക്കളായി, അള്ളാഹുവിന്റെ സഹായം കിട്ടി, അവർക്ക് അള്ളാഹുത്തല സ്വർഗീയ സുഖം കൊടുത്തു, അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടി. ദ്വാരിക്കണ നമ്മൾ ദ്വാരങ്ങളുള്ളൂ. സത്യത്തിൽ അവർ പറയുന്നത് അവരിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിന്റെ ദ്വാ കണ്ടത്, ഇതൊന്നും യുദ്ധത്തിലൊന്നും അവസാനിക്കരുതേ പഠിച്ചോനെ, ഞങ്ങൾക്ക് ഇനി ഷഹീദിന്റെ കൂലി കിട്ടിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും അല്ലാഹു തആല ഏകാധിപതികളെ പരാജയപ്പെടുത്തും. ഇന്നലെ ഫലസ്തീൻ എന്ന രാജ്യം വേണോ വേണ്ടേ? 10 രാജ്യങ്ങൾ മാത്രമാണ് വേണ്ട എന്ന് പറഞ്ഞത്. ഫലസ്തീനെതിരെ വോട്ട് ചെയ്ത 10 രാജ്യം, അതിൽപ്പെട്ട ഒന്നാണ് ഈ അർജന്റീന. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ അതിന്റെ ഫാൻസാണ്. അപ്പൊ അർജന്റീന പട ഇങ്ങോട്ട് കേരളത്തിൽ കോടിക്കണക്കിന് റിപ്പോർട്ട് കൊണ്ടുവരാൻ പോവാം. ഒക്കെ പിന്നാലെ നമ്മളെ മുസ്ലിം കുട്ടികളായിരിക്കും. അവരെ ഫ്ലക്സ് വെക്കാനും അവരെ സ്വീകരിക്കാനും. അത് കളിക്കാരെ നോക്കിയിട്ടല്ല ഉസ്താദേ എന്ന് പറയും. അവരുടെ കാര്യമില്ല. അവരുടെ ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ എന്ത് നന്മയുണ്ടെങ്കിലോ കാണാൻ പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം. പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ പരിപൂർണ പിന്തുണ ലോകത്ത് ആകെ 10 രാജ്യം, അതിൽപ്പെട്ട ഒന്നാണ് അർജന്റീന. അപ്പൊ അതിനോടുള്ള ഈ പ്രേമവും ആ കളിക്കാരുടെ ഹെൽപ്പും അത് ഫ്ലക്സ് വെക്കലും പൈസ വെക്കലും ഒക്കെ റബ്ബ് ചോദിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, അല്ലാഹു തആല ദീനിനെ ഇവിടെ വിജയിപ്പിക്കണമെങ്കിൽ അത്ഭുതങ്ങളും കറാമത്തുകളും മുഅ്ജിസത്തുകളും ഒക്കെ വേണം. അതില്ലാന്ന് പറഞ്ഞ് തള്ളുന്നൊരവസ്ഥയിലേക്ക് പോകരുത്. ഏതെങ്കിലും ഒരു മൂല്യാർ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം മഴപോലെ എന്ന വലികിൻ്റെ മറ്റേ പറയുമ്പോഴേക്ക് അതൊക്കെ ഇപ്പൊ ഉണ്ടാവുമോ പഠിച്ചോന്, അതൊക്കെ എല്ലാത്തും നുണ പറയാണ്, അത് ട്രോളാണ്, ഇയാൾക്ക് ഏത് ലോകത്താ ജീവിക്കുക എന്ന് പറഞ്ഞ് തള്ളിയാൽ ഇസ്ലാമിന്റെ വളരെ വളരെ ഏറ്റവും വലിയ വളരെ പരിശുദ്ധമായ ഒരു മുഖ്യമായ ഒരു ഘടകത്തെ അവൻ തള്ളുന്ന അവസ്ഥയ്ക്ക് വരും. എന്നാലോ വെറും നുണക്കഥകൾ പ്രചരിപ്പിച്ചിന് അവൻ പാടില്ല, അതിനെ വിമർശിക്കും വേണം. ഇപ്പൊ ഇത് കണ്ടു ഞങ്ങള് എങ്ങനെയാണ് അള്ളാഹുത്തല കാണിച്ചു കൊടുക്കുക? ടി വി അല്ലല്ലോ, സ്ക്രീനല്ല. അപ്പൊ ആ 2000-2000-ഓളം കിലോമീറ്റർ ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസ് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിക്ക് നോക്കി എങ്ങനെ പറയാൻ, മറ്റൊരുത്തെ കാണുന്നില്ല. അത് ഉണ്ടാവുക വെച്ചാൽ ബുദ്ധിപരമായിട്ട് ഉണ്ടാകാൻ പറ്റൂല, അല്ല ശാസ്ത്രീയപരമായിട്ട് ഉണ്ടാകാൻ പറ്റൂല. ശാസ്ത്രീയപരമായിട്ട് നമ്മളെ കേവല ബുദ്ധി അടിസ്ഥാനത്തിൽ എങ്ങനെ ഇപ്പൊ ഉണ്ടാവും? എങ്ങനെ ഇപ്പൊ? പക്ഷെ അതല്ല, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊക്കെ അള്ളാഹുവിലേക്കായിരിക്കണം മനുഷ്യന്റെ മനസ്സ് ഇതുകൊണ്ടൊക്കെ പോകേണ്ടത്. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.